CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ഉത്സവം അതിവിശിഷ്ടമായ സ്വർണ്ണക്കോലത്തിൽ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി. ആറാം വിളക്കുദിനത്തിൽ ഉച്ചതിരിഞ്ഞുള്ള കാഴ്ചശീവേലിക്കാണ് ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോല തേജസ്സിൽ എഴുന്നള്ളിയത്. ചങ്ങരംകുളം കോലിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ പാവിട്ടപ്പുറം ഒതളൂർ സ്വദേശി 28 വയസ്സുള്ള കഴുങ്ങിൽ വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. വേനൽ കടുത്തതോടെ കുടിവെള്ളം കിട്ടാക്കനിയായ ചൂണ്ടൽ പഞ്ചായത്തിൽ വിവിധ മേഖലകളിലേക്ക് വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യവുമായി പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ വാഴാനിപ്പുഴയിൽ നിന്ന് കേച്ചേരി പെരുമണ്ണച്ചിറ വരെ തുറന്നുവിടാറുള്ള കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആൻഡോ പോൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പുന്നയൂർ അകലാട് സ്കൂളിനു സമീപമുള്ള മിനി MCF പരിസരത്ത് മാലിന്യം തള്ളിയ ഹോട്ടലുടമയെ കണ്ടെത്തി പിഴ ഈടാക്കി പുന്നയൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം. ഗുരുവായൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലും ബൈക്കിലും ഇടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ കരിക്കാട് സ്വദേശി കളിപ്പറമ്പിൽ 66 വയസ്സുള്ള സുബ്രഹ്മണ്യനെ പരിക്കേറ്റു. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി അസുഖബാധിതരായിരുന്ന സൊസൈറ്റി അംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകി. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ കനോലി കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മരണാനന്തരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി ശരീരം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ച് CPIM മണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉൾപ്പെടെ 7 പേർ സമ്മതപത്രം കൈമാറി. നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിൽ വിജയിക്കുകയും SSB കോൺഫറൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത തമിഴ്നാട് സ്വദേശി VT മനശ്രീയെ എരുമപ്പെട്ടി റീച്ച് ഫോർ ദ സ്റ്റാർസ് ആദരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. സമന്നൂർ GMLP സ്കൂളിൽ പഠനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കമനീയം കണ്ടാണശ്ശേരി എന്ന പേരിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തി. ചാലിശ്ശേരി ആലിക്കര സ്വദേശിയായ അക്ബർ ആലിക്കരയുടെ കഥാസമാഹാരം ഗോസായി ചോറിന് അഷിത സ്മാരക സമിതി അവാർഡ്. 10,000 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോർ ഒസ്താത്തിയോസ് സ്ലേബാബാബയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരകർഷകർക്കായി കൗലിഫ്റ്റ് യന്ത്രം നൽകി. പാറന്നൂർ സെന്റ് ജോസഫ്സ് ഇടവകയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെ മരണതിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ലഹരിക്കെതിരെ യുവത എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് വടക്കേകാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 15ാം വാർഡിലെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. വടക്കേകാട് ICA മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ ഇഫ്താർ സംഗമം നടത്തി. കാവീട് സെന്റ് ജോസഫ്സ് പള്ളിയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ മരണതിരുനാൾ ആഘോഷിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കടവലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 ഭാഗമായി പൂവൻ വാഴക്കന്നുകൾ വിതരണം നടത്തി. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കോട്ടപ്പടി മേഖലാ സമ്മേളനം നടന്നു. നായരങ്ങാടി യൂത്ത് ഫോഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.